സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചു. റേഷൻ വിതരണം തുടങ്ങി. വിവരങ്ങളുമായി VA ഗിരീഷാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, എന്താണ് പുതിയ വിവരങ്ങൾ? വേണു, സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരുന്ന റേഷൻ മസ്റ്ററിംഗ് പൂർണ്ണമായും നിർത്തിവെക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. റേഷൻ വിതരണം സാധാരണ നിലയിൽ തുടരുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിക്കുന്നു. റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിന് കൂടുതൽ സമയം വേണ്ടിവരും എന്ന വിലയിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ മസ്റ്ററിംഗ് പൂർണ്ണമായും നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. റേഷൻ വിതരണം എല്ലാ കാർഡുകൾക്കും സാധാരണ നിലയിൽ തന്നെ നടക്കുന്നതാണ് എന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായി NIC-യും IT മിഷനും അറിയിച്ചതിന് ശേഷം മാത്രമേ ഇനി മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ. എല്ലാ മുൻഗണനാ കാർഡ് അംഗങ്ങൾക്കും മസ്റ്ററിംഗ് ചെയ്യുന്നതിനാവശ്യമായ സമയവും സൗകര്യവും ഒരുക്കുമെന്നും ഇത് സംബന്ധിച്ച് ആർക്കും ആശങ്ക വേണ്ട എന്നുമാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 15 മുതൽ 17 വരെയാണ് റേഷൻ മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള തീരുമാനമെടുത്തതും റേഷൻ വിതരണം നിർത്തിവെക്കാൻ തീരുമാനിച്ചതും. ഇപ്പോൾ റേഷൻ മസ്റ്ററിംഗ് സാങ്കേതിക തകരാറിനെ തുടർന്ന് തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിൽ മസ്റ്ററിംഗ് പൂർണ്ണമായും നിർത്തിവെക്കുന്നതിനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വേണു, ഗിരീഷ്, ഈ കേന്ദ്ര നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഈ മാസം അവസാനത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കേണ്ടതാണ്. ഏതാണ്ട് 1.5 കോടിയിലോളം ആളുകളാണ് ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ എപ്പോൾ പരിഹരിക്കപ്പെടുമെന്നാണ്? വേണു, ഇക്കാര്യത്തിൽ സംസ്ഥാനം നേരിടുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുന്നതിനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫെബ്രുവരി മാസം 20-ന് ശേഷം തുടങ്ങിയ മസ്റ്ററിംഗ് ആണ്. പലയിടത്തും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ഈ മസ്റ്ററിംഗ് 4 ലക്ഷം പോലും എത്തിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തെ വിവരം അറിയിക്കുക, അതോടൊപ്പം തന്നെ കൂടുതൽ സമയം നീട്ടി ചോദിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ ഞായറാഴ്ചയോടുകൂടി ഒരു വ്യക്തത ഉണ്ടാകും എന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് തരത്തിലായി ഇനി മുന്നോട്ട് നീങ്ങേണ്ടത് കേന്ദ്രത്തെ അറിയിച്ചതിന് ശേഷം കൂടുതൽ സെർവർ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നൊരാലോചന സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം ഈ സാങ്കേതിക വിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഉണ്ടാകുക. ഒരു കാരണവശാലും ഈ മുൻഗണനാ കാർഡുകാർക്ക് മസ്റ്ററിംഗിനുള്ള അവസരം നിഷേധിക്കില്ല, അതോടൊപ്പം തന്നെ ഇവർക്ക് റേഷൻ ലഭ്യമാകാതിരിക്കില്ല എന്ന സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ അപ്പോഴും വേണു ചൂണ്ടിക്കാണിച്ചതുപോലെ മാർച്ച് 31-നകം ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ റേഷൻ വിതരണം അല്ലെങ്കിൽ റേഷൻ ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് സംസ്ഥാനത്ത് ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കേന്ദ്രവുമായി ഇക്കാര്യത്തിൽ വിശദമായ ഒരു ചർച്ച നടത്തുക, സംസ്ഥാനത്തിന്റെ നിലവിലുള്ള അവസ്ഥ കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നീട്ടി ചോദിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഗിരീഷ്, POS മെഷീന്റെ തകരാറ് കാരണം നേരത്തെ റേഷൻ വിതരണം തടസ്സപ്പെട്ട അനുഭവമുണ്ട്. ഇന്നിപ്പോൾ അത് സുഗമമായി നടക്കുമെന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? വേണു, ഈ മസ്റ്ററിംഗ് നിർത്തിവെക്കുമ്പോഴും ഏറ്റവും പ്രധാനമായി ഉയരുന്ന ഒരു ചോദ്യം അതുതന്നെയാണ്. റേഷൻ വിതരണം തുടരും എന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ള കാര്യത്തിൽ ഇനിയും ഉറപ്പില്ല. കാരണം POS മെഷീന്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. പലയിടത്തും POS മെഷീൻ ബയോമെട്രിക് ഓതന്റിഫിക്കേഷൻ നടക്കുന്നില്ല. ഇത് തന്നെയാണ് മസ്റ്ററിംഗിന് തടസ്സമാകുന്നത്. ഇത് തന്നെയാണ് റേഷൻ വിതരണത്തിലും ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായും POS മെഷീൻ വർക്ക് ചെയ്തില്ലെങ്കിൽ റേഷൻ വിതരണവും നടക്കില്ല. ഇതിന് പകരം മൊബൈലിൽ OTP നൽകിക്കൊണ്ട് റേഷൻ നൽകാൻ കഴിയുമോ എന്നുള്ളത് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച നിർദ്ദേശം റേഷൻ വ്യാപാരികൾക്ക് നൽകിയിട്ടുണ്ട്. POS മെഷീൻ ശരിയായില്ലെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ സെർവർ തകരാർ പരിഹരിക്കുന്നില്ലെങ്കിൽ മൊബൈൽ OTP വഴി റേഷൻ വിതരണം നടത്താനാണ് ഇപ്പോൾ വ്യാപാരികൾക്കുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വേണം, സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്നും സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നിർത്തി. റേഷൻ വിതരണം തുടരും. മഞ്ഞ കാർഡുകാർക്കാണ് ഇന്ന് റേഷൻ വിതരണം. VA ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത്.